ഏതെങ്കിലും ഒരു ഔലിയാക്ക് അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു ഗുണവിശേഷം ഉണ്ടെന്ന് കരുതിക്കൊണ്ട് ഒരാൾ സഹായം തേടിയാൽ അത് ശിർക്കാവോ? സഹായം തേടേണ്ട വിശേഷമുണ്ടെന്ന് കരുതിയതുകൊണ്ട് ശിർക്കാവും. സഹായം തേടലൊരു വിഷയമേ അല്ല. സഹായം തേടൽ ശിർക്കിന്റെ വിഷയമേ അല്ല, അത് വാചകം മാത്രമാണ്. ആ ഉദാഹരണം ലോകത്തുള്ള ഒരു കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ഒരേ സമയത്ത് ലോകം സുഖമായി തരണേ, അല്ലെങ്കിൽ എനിക്ക് അതുപോലെ പല പ്രാർത്ഥനകളും മൊഹിദ്ദീഷയ്ക്ക് എന്നെ രക്ഷിക്കണേ, ലോകം ശരിയാക്കണേ, അങ്ങനെ പല ആളുകളും പല ആവശ്യം ഒരേ സമയത്ത് ചോദിക്കുമ്പോൾ അത് കേൾക്കാനുള്ള കഴിവ് മൊഹിദ്ദീഷയ്ക്കുണ്ടോ? അല്ലെങ്കിൽ അത് അള്ളാഹുവിന്റെ ഗുണവിശേഷത്തിൽ പങ്കുചേർക്കലല്ലേ, ഇലാഹാക്കലല്ലേ? അതാണ് പറയുന്നത്. ഒരുപാട് തെറ്റിദ്ധാരണ വിടാനായിട്ടല്ല. നിങ്ങൾ ലേശം നിന്നിട്ട് തന്നെ സംസാരിക്കും, ലേശം കുഴപ്പം കൊണ്ടല്ല. അള്ളാഹുവിനുള്ള കേൾവി എന്ന് പറഞ്ഞതിനെ നമ്മൾ മനസ്സിലാക്കിയത്, ഒരുപാട് ആളുകൾ പല ദൂരം നിന്നും പറയുമ്പം കേൾക്കുന്ന കേൾവിയിലാണോ നമ്മളും അന്നും തമ്മിൽ വ്യത്യാസം? അതാദ്യം ഒന്ന് ചിന്തിക്കുക. ഉറപ്പ് അള്ളാഹിൻ്റെ വിശേഷണം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയത് അതാണല്ലോ. പല ഭാഗങ്ങളിൽ നിന്നും വിളിക്കുമ്പോൾ നാനാഭാഗത്തിൽ നിന്ന് വിളിക്കുന്നതിനെ കേൾക്കുന്ന കഴിവ് എന്നതാണോ അള്ളാഹിൻ്റെ കേൾവിൻ്റെ കഴിവും നമ്മളെ കേൾവിയും തമ്മിൽ വ്യത്യാസത്തിൻ്റെ പോയിന്റ് ആണോ എന്ന് പറയും? നമ്മളെ കേൾവിക്ക് പരിധിണ്ട് എന്ന് ആരാ പറയുന്നത്? സാധാരണമായി പരിധിണ്ട് എന്നല്ലുള്ളൂ. അസാധാരണമായി പരിധിയില്ലാതെ വരാറില്ലേ? വന്നാലോ വിശ്വാസത്തിന് കേട് വന്നോ? ആ പോയിന്റ് തന്നെ നിൽക്കി. ഇനി അപ്പുറം എല്ലാം കൂടി കൂട്ടിയെടുക്കല്ലേ. നിങ്ങൾ ചോദിക്കണേ മനസ്സിലാക്കണേ. നിങ്ങൾ ചോദിക്കുന്നതിൽ എന്താണെന്നറിയോ? ഉത്തരം ചെയ്യട്ടെ. എന്താണ് ആ ഗുണവിശേഷം? അള്ളാഹിൻ്റെ ഗുണവിശേഷം നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത് വളരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ അതാരാ പറഞ്ഞേ? ആരാണത് പറഞ്ഞേ? അതെവിടെ പറഞ്ഞത്? ഏതായത്തിലാണ് പറഞ്ഞത്? എല്ലായിടത്തു നിന്നും വിളിച്ചാൽ കേൾക്കാനുള്ള കഴിവ് അള്ളാഹ്ക്ക് മാത്രമാണ് എന്നുള്ളത് ആരാ പറഞ്ഞത്? മനുഷ്യന്റെ കഴിവിന് കഴുതുണ്ട് എന്ന് ആര് പറഞ്ഞു? ആരാ പറഞ്ഞേ? ഏതായത്തായനുള്ളത്? ഇത് പൊതുവായി തത്വമാക്കിയിട്ട് കുറേ അബദ്ധങ്ങൾ മനസ്സിലാക്കപ്പെട്ടിട്ടുണ്ട്. ഈ അബദ്ധങ്ങളുടെ മേൽ പടുത്തുയർത്തുകയാണ് ഇതിൻ്റെ ബാക്കിയൊക്കെ. സാധാരണക്കാരനെ കുറേ അബദ്ധങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഉറപ്പിച്ചേക്കുക. അപ്പം അതിൽ അസംശയിച്ചു പോയാൽ ഇസ്ലാം തകർന്നു പോയി എന്നുള്ള വിധം. നിങ്ങൾ നോക്കി, ഏതെങ്കിലും ഒരായത്തിൽ അള്ളാഹു താലാൻ്റെ കേൾവി എന്ന് പറയുന്നത് പരിധിയില്ലാത്തതാണ്, മനുഷ്യൻ്റെ കേൾവി പരിധി ഉള്ളതാണ് എന്നുണ്ടോ? അങ്ങനെയാണോ നമ്മളെ കേൾവി അള്ളാഹിൻ്റെ കേൾവിയും തമ്മിലെ മാറ്റം? അതാണോ പോയിന്റ്? അള്ളാഹുവിൻ്റെ മാത്രം ഗുണവിശേഷമായ കേൾവി എന്ന് പറഞ്ഞത് എന്താ കേൾവി? അത് പറയും. അപ്പോൾ കുറച്ചൊക്കെ കേൾക്കാനുള്ള കഴിവ് നമുക്കുണ്ടോ? അപ്പോൾ തരുന്നുണ്ട്. അള്ളാഹിൻ്റെ ആരും കൊടുത്തതല്ല. ഇവിടെയല്ലേ പോയിന്റ്? കൊടുത്തിട്ടില്ല. അള്ളാഹു താല കേൾവി ശക്തി കൊടുത്തിട്ടില്ല, കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്നത് കൊടുത്താണ് നമ്മളും അവരും തമ്മിൽ വ്യത്യാസം അല്ലേ? അള്ളാഹുവിൻ്റേതാരും കൊടുത്തതല്ല, നമ്മുടേത് അള്ള തന്നതാണ്. ഇവിടെയല്ലേ വ്യത്യാസം? ഇനി ഈ പോയിന്റ് ഒന്ന് മാറരുത്. പോയിന്റ് എവിടെയാണ് നിൽക്കണം? അള്ളാഹിൻ്റെ കേൾവിയും നമ്മളെ കേൾവിയും തമ്മിൽ വ്യത്യാസപ്പെടുന്ന പോയിന്റ് ഏത്? അത് പറയും. അള്ളാഹുവിൻ്റെ മാത്രം ഗുണവിശേഷമായ സമഅ്, ഇതാണ് നിങ്ങൾ സംസാരിക്കുന്നത്. സമഅ് എന്നാണ് കേൾവി എന്നാണ് ഇതിന് അറബ് പറയാം. വഹുവ സമീഉ എന്ന് പറഞ്ഞാൽ അള്ളാഹു കേൾക്കുന്നവനാണ്, നമ്മളും കേൾക്കുന്നവനാണ്. നമ്മളും കേൾക്കും, അള്ളയും കേൾക്കും. അള്ളാഹിന് നമ്മളെയും കേൾവിയിൽ വേർതിരിക്കുന്ന വ്യതിരിക്തമാക്കുന്ന പോയിന്റ് എവിടെയാണ്? അള്ളാഹുവിൽ മാത്രമുള്ള കേൾവി ഏതാണ് എന്ന് പ്രമാണത്തിൻ്റെ വെളിച്ചത്തിലൊന്ന് മനസ്സിലാക്കി. അത് മനസ്സിലാക്കിയാലേ ബാക്കി തിരിയുള്ളൂ. അതിരിക്കട്ടെ. ഇൻതദൂഹും ലാ യസ്മഉ ദുആഅക്കും എന്ന് പറഞ്ഞത് അല്ല അല്ല അല്ല, അത് തെറ്റാണ്. നിങ്ങൾ മനസ്സിലാക്കിയത് തെറ്റാണ്. ആയത്ത് തെറ്റായിട്ട് നിങ്ങൾ ഓതുകയാണ്. ഇൻതദൂഹും, ഈ കല്ല് മണ്ണ് വിഗ്രഹങ്ങളെ നിങ്ങൾ വിളിച്ചാൽ ലാ യസ്മഉ ദുആഅക്കും, ഇവ കേൾക്കൂല എന്ന് പറഞ്ഞതുകൊണ്ട് അള്ളാഹു അല്ലാത്തത് ആരും കേൾക്കൂല എന്ന് പറഞ്ഞിട്ടില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ദൈവങ്ങൾ കേട്ടിരുന്നെങ്കിൽ അവയെ ഇലാഹാക്കാൻ പറ്റുമോ? ഞാനൊന്ന് ചോദിക്കട്ടെ. ഇപ്പോൾ മക്കത്തെ മുശ്രിക്കീങ്ങളുടെ ഇലാഹുകൾ കേൾക്കൂല എന്നല്ല പറഞ്ഞു. അതല്ല എന്ന് പറഞ്ഞ് ഇൻതദൂഹും തന്നെ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻതദൂഹും, നിങ്ങൾ അവരോട്, അവർ തന്നെ ആരാ?
ഇതൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പറയാണ്. ആരോടാ സംസാരിക്കുന്നത് നോക്കാതെ, ആർക്കെതിരില്ല ആയത്തിറക്കിയത് നോക്കാതെ, സന്ദർഭം തിരിയാതെ ആരൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നടക്കുന്നത് ഇങ്ങനെ ഏറ്റുപറയണം. അങ്ങനെ പറ്റില്ല. ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയാ, മക്കത്തെ മുശ്രിക്കീങ്ങളോടാണ് ആയത്ത്. മക്കത്തെ മുശ്രിക്കീങ്ങൾ ദൈവമായി വിശ്വസിക്കുന്നതും ഇനി വേറെ ഏത് ലോകത്തെ ആളുകൾ ദൈവമായി വിശ്വസിക്കുന്നതായാലും ആ ദൈവങ്ങളെ നിങ്ങൾ വിളിച്ചാൽ ലാ യസ്മഉ ദുആഅക്കും, അവർ നിങ്ങളുടെ വിളി കേൾക്കുന്നില്ല. പ്രാർത്ഥനയോ വിളിച്ചു പ്രാർത്ഥനയോ ഒന്നും അവിടെ പരാമർശമല്ല. നിങ്ങൾ വിളിച്ചാൽ തന്നെ കേൾക്കൂല എന്ന് അള്ളാഹു പറഞ്ഞാൽ വിളിച്ചാൽ കേൾക്കുന്ന ദൈവങ്ങളാണെങ്കിൽ പറ്റുമോ? അതൊന്ന് മനസ്സിലായി. നിങ്ങൾ വിളിച്ചാൽ കേൾക്കുന്ന ദൈവം ഉണ്ടാവുമല്ലോ, അങ്ങനെ ഉണ്ടാവില്ലേ? ഇപ്പം നമ്മളെ വള്ളിക്കാവിലമ്മ കേൾക്കുമോ? കേൾക്കൂലേ? കേൾക്കൂല. വള്ളിക്കാവിലമ്മ കേൾക്കൂല. ഇവിടുന്ന് വിളിച്ചാൽ കേൾക്കുമോ? അപ്പം നമ്മൾ എടുത്ത് മുമ്പിൽ കൊടുത്തിട്ട് വള്ളിക്കാവിലമ്മ വിളിച്ചാൽ കേൾക്കുമല്ലോ, അതിനെ ഇലാഹ എന്ന് വിചാരിച്ചാലോ? അടുത്തുനിന്ന് പറ്റുമോ? അതെ, അടുത്തുനിന്ന് ഞാൻ എൻ്റെ അടുത്തുനിന്ന് അമ്മൻ്റെ അടുത്ത് പോയി, കരുനാഗപ്പള്ളിയിൽ അമ്മൻ്റെ അടുത്ത് പോയിട്ട് അമ്മേന്ന് വിളിച്ചപ്പോൾ അമ്മ കേട്ടു. ആ കേൾക്കുന്ന ഇലാഹിനെ ഇലാഹാക്കാൻ പറ്റുമോ? കൺഫ്യൂഷൻ ആക്കേണ്ട കാര്യമുണ്ട്. അല്ല, നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങളെ ചോദ്യത്തിന് മറുപടി കിട്ടണമെങ്കിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുടെ മേൽ പടുത്തുയർത്തപ്പെട്ടാണ് നിങ്ങളുടെ ചോദ്യം. അതിൻ്റെ പോയിന്റ് കളയാണ് ഞാൻ. നിങ്ങൾ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ചോദിച്ച പോയിന്റ് തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നത് അത് മനസ്സിലാക്കി. അത് അതുകൊണ്ട് മാത്രം അറിയില്ല. നിങ്ങൾക്ക് അറിയേണ്ട പോയിന്റ് മാത്രമല്ല ഞാൻ സംസാരിക്കുക. തെറ്റിദ്ധാരണ നീക്കി നമ്മൾ ഇവിടുന്ന് പഠിക്കണം. നിങ്ങൾക്ക് വേണ്ട പോയിന്റ് മാത്രം ഞാൻ സംസാരിക്കുക, നിങ്ങൾ പോവുക, അത് പോരല്ലോ. എല്ലാവർക്കും തിരിയണം. അത് മനസ്സിലാക്കാനാണ് പറയുന്നത്. നമ്മളുടെ കേൾവി അള്ളാഹിൻ്റെ കേൾവിയും തമ്മിലുള്ള വ്യത്യാസം വളരെ ദൂരെ നിന്ന് കേൾക്കുക അടുത്ത് നിന്ന് കേൾക്കുക എന്നതല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മുടെ കേൾവിക്ക് പരിധി ഉണ്ടതാണ് സാധാരണമെങ്കിൽ തന്നെ അതിനേക്കാൾ ദൂരെ അടുത്ത് നിന്ന് കേൾക്കുന്നതും ദൂരെ നിന്ന് കേൾക്കുന്നതായ ജീവികൾ വേറുണ്ട്. അപ്പം നമ്മളെ പരിധിക്ക് അപ്പുറത്തു നിന്നുള്ള കേൾവി അവർക്കുണ്ട്, മറ്റു ചില ജീവികൾക്കുണ്ട്. അപ്പോൾ കേൾവി എന്നതിന് ദൂരപരിധിയല്ല അള്ളാനെയും നമ്മളെയും തമ്മിൽ വേർതിരിക്കുന്ന പോയിന്റ്. പിന്നെന്താണ്? കേൾവി എന്നത് സത്യത്തിൽ അള്ളാഹ്ക്കേ ഉള്ളൂ. സത്യത്തിൽ അള്ളാഹ്ക്കേ കേൾവിയുള്ളൂ. നിങ്ങൾക്കൊരു ചെവിട് പൊട്ടിയാലോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ ബഹളം ഉണ്ടായാലോ കേൾക്കൂല. അടുത്തൊന്നും കേൾക്കൂല ബഹളം ഉണ്ടായാൽ. എന്താ കേൾക്കാതിരിക്കാൻ കാരണം? കേൾവിക്ക് തടസ്സമുണ്ട്, അല്ലേ? അപ്പോൾ കേൾവിക്ക് തടസ്സമുള്ള കേൾവിയാണ് നമ്മളെ കേൾവി. അള്ളാഹു തന്നെങ്കിൽ മാത്രമുള്ളതാണ് നമ്മുടെ കേൾവി. അള്ളാഹു തന്നില്ലെങ്കിൽ പോകുന്നതാണ് നമ്മുടെ കേൾവി. അള്ളാഹു നശിപ്പിച്ചാലില്ലാതാവുന്നതാണ് നമ്മുടെ കേൾവി. ദൂരമാണോ ദൂരമല്ലേ, ഭാഷ തിരിയോ ഭാഷ തിരിയില്ലേ, ഇതൊന്നുമല്ല അള്ളാഹിൻ്റെയും നമ്മളും കേൾവിയും തമ്മിൽ വേർതിരിക്കുന്ന പോയിന്റ്. സ്വയം അള്ളാഹുവിന് കേൾവിയുണ്ട്, നമുക്ക് സ്വയം കേൾവിയില്ല. ഇവിടെയാണ് വിഷയം. ദൂരെന്ന് കേൾക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ സ്വന്തമായ ഗുണവിശേഷമായി നിങ്ങൾ മനസ്സിലാക്കിയതാണ് വേവ്. പടച്ചോൻ്റെ ഗുണവിശേഷമായി ദൂരെയുള്ളത് കേൾക്കുക എന്ന് പറഞ്ഞാൽ മതിയോ? അടുത്തുള്ളത് കേൾക്കുന്നതോ? അല്ല, എല്ലാം കൂടി അത് കേൾക്കാനുള്ള കഴിവുള്ളതാണോ അള്ളാഹു? കുറഞ്ഞ കേൾവി നിങ്ങൾക്ക് ഒറ്റക്കുണ്ടോ? അല്ല, നിങ്ങൾ ചോദിച്ചതിനെ മനസ്സിലാക്കും. അത് ചീർത്തി പറയാൻ വേണ്ടിയിട്ടാണ് മനസ്സിലാക്കുന്നത്. കഴിവ് അള്ളാഹു താല കൊടുത്താലുണ്ടാവും. അതാ വിഷയം. അപ്പോൾ കൊടുക്കുന്നിടത്താ പോയിന്റ്. അള്ളാഹു താല ദൂരെയുള്ളത് കേൾക്കാൻ കഴിവ് കൊടുത്താൽ കേൾവി ഉണ്ടാവും, അടുത്തുള്ളത് കേൾക്കാൻ കഴിവ് കൊടുത്താൽ കേൾവി ഉണ്ടാവും. രണ്ടിനും കഴിവ് കൊടുത്തില്ലെങ്കിൽ ഇല്ലാതാകും. അള്ളാഹു നമ്മളും കേൾവിൻ്റെ വ്യത്യാസം, അള്ളാഹുവിൻ്റേതാരും കൊടുത്തതല്ല, സ്വന്തമായ കേൾവിയാണ്. നമ്മുടെ കേൾവി സ്വന്തമല്ല, അതാ വ്യത്യാസം. ദൂരെന്ന് കേൾക്കുക, ഭാഷയെല്ലാം കേൾക്കുക, എല്ലാവരും വിളിക്കുമ്പോൾ കേൾക്കുക എന്നതൊന്നും പടച്ചോൻ്റെ നമ്മളും തമ്മിലുള്ള കേൾവിൻ്റെ വ്യത്യാസമല്ല. ഒരു പോയിന്റ് തന്നെ മതി. നമ്മളെ ഉണ്മ ഊട്ടികൾ ഉണ്ടാകല് ഞാനും ഉണ്ട്, അള്ളയുണ്ട്, നമ്മളും ഉണ്ട്, അള്ളയുണ്ട്. ഉള്ളവൻ എന്ന് പറഞ്ഞ സിഫത്തിൽ അള്ളാഹിനെ കൂട്ടിച്ചേർക്കലായോ? നമ്മളുള്ളവൻ എന്ന് പറഞ്ഞാൽ നമ്മളുള്ളവരാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉള്ളവനാണ് എന്ന് തന്നെ അള്ളാഹു തആലാൻ്റെ സിഫത്തിൽ പങ്കു ചേർക്കലായോ? ഇല്ല. ഇതുപോലെ കേൾവിയുള്ളവൻ എന്ന് അള്ളാഹുവിന് പറയുന്ന ഗുണം നമുക്കും കേൾവിയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് പങ്കു ചേർക്കലല്ല.
ദൂരെയുള്ളത് കേൾക്കുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ എന്ന് അള്ളാഹുവിനെ പറ്റി പറയുന്നത് തന്നെ എല്ലാം കേൾക്കാനുള്ള കഴിവ് അള്ളാഹു നമുക്ക് തന്നാൽ നമുക്കുണ്ടാവാം. അതുകൊണ്ട് അല്ലാവൂല, ആവോ? ആവില്ല. അപ്പം ദൂരെന്ന് കേൾക്കുക, അകലേന്ന് കേൾക്കുക, എല്ലാവരും പറയുമ്പം കേൾക്കുക, ഇതൊന്നും അള്ളയും നമ്മൾ തമ്മിൽ വേർതിരിക്കാനുള്ള പോയിൻ്റല്ല. അവിടെ കുറേ മനസ്സിലാക്കിയിട്ട് പിഴവുണ്ട്. ഈ പിഴവിന്മേൽ സ്ഥാപിക്കപ്പെടുന്നതാണ് ബാക്കി പിന്നെ വിളിക്കാൻ ചോദിക്കാൻ പറ്റുമോ പറ്റൂല എന്നുള്ള വിഷയം. ഞാനതാ പറയുന്നത്. ഖുർആനിൽ ഈ വിഗ്രഹ ദൈവങ്ങളെപ്പറ്റി പലതും പറഞ്ഞിട്ടുണ്ട്. അലഹും അർജുനും യംശൂന ബിഹ, നടക്കാൻ കാലുണ്ടോ? അലഹും അയ്യുനും യുബുസൂറന ബിഹ, കാണുന്ന കണ്ണുണ്ടോ? അലഹും ആദാനും യസ്മഊന ബിഹ, കേൾക്കുന്ന കാതുണ്ടോ എന്ന്. ഇങ്ങനെ ചോദിച്ചതൊക്കെ എന്തിനാണ്? വിഗ്രഹ ദൈവങ്ങൾ കേൾവിയില്ലാത്ത മണ്ണാങ്കട്ടയോ അല്ലെങ്കിൽ കല്ലിൻ്റെ സാധനമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തിയിട്ട് ചിന്തിപ്പിക്കാനാണ്. അല്ലായിരുന്നെങ്കിൽ കേൾക്കുന്ന കാതുള്ള ദൈവങ്ങളെ സ്വീകരിക്കാമെന്ന് വരും. നടക്കുന്ന കാലുള്ള ദൈവങ്ങളാണെങ്കിൽ ഓക്കെ എന്ന് വരും. പറയാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? അലഹും അർജുനും യംശൂന ബിഹ, ഇവരുടെ ദൈവങ്ങൾക്ക് നടക്കണ കാലുണ്ടോ? ആ ഉണ്ട്, കാലുണ്ട്, ഞങ്ങളെ ദൈവത്തിന് കാലുണ്ട് എന്ന് അമ്മൻ്റെ ആൾക്കാർ പറഞ്ഞാലോ? വള്ളിക്കാവിലെ അമ്മൻ്റെ ആളുകൾ പറയാം ഞങ്ങളെ ദൈവത്തിന് കാലുണ്ട്. അതുകൊണ്ട് ഖുർആൻ ചോദിച്ച കാലുണ്ടോ? ഉണ്ട്, കാലുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവാക്കാൻ പറ്റുമോ? മനസ്സിലാക്കല്ലേ നിങ്ങൾ? മനസ്സിലാകല്ലേ? അലഹും ഐദി യബ്തുശൂന ബിഹ, പിടിക്കുന്ന കൈയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് വിഗ്രഹ ദൈവങ്ങൾക്ക്. അതേ വിഗ്രഹ ദൈവങ്ങൾക്ക് ചോദിച്ച ചോദ്യം നമ്മൾ ആൾ ദൈവങ്ങൾക്ക് കൊടുത്താലോ? ആൾ ദൈവങ്ങൾക്ക് കയ്യില്ലേ? എന്നാൽ ദൈവാക്കാൻ പറ്റുമോ? അപ്പം ദൈവാക്കാൻ പറ്റാതിരിക്കാനുള്ള വസ്തുത പറഞ്ഞതല്ല അത്. ഇവരുടെ ദൈവങ്ങളുടെ വളരെ മോശമായ പതിതാവസ്ഥ വിവരിച്ചതാണ്. ഈച്ച വന്നാൽ ആട്ടാനും പോലും കഴിയാത്തവരാണ് ഇവരെ ദൈവം. ഇനി ഈച്ചനാട്ടാൻ കഴിയുന്ന മനുഷ്യനാണ് ദൈവാക്കി എതിച്ചാലോ? എനിക്കും നിങ്ങൾക്ക് ഈച്ചനാട്ടാൻ കഴിയില്ലേ? കഴിയില്ലേ? ഇവരുടെ ദൈവങ്ങളെ അള്ള പറയുന്നത് വൈസുലുബുഹുമു ദുബാബു ലാ യസ്തൻഖിദൂഹു, ഈച്ച വന്നിട്ട് വില പൊതിഞ്ഞിട്ട് പിടിച്ചാണെങ്കിൽ ഈച്ചനാട്ടാനും കൂടി കഴിയില്ല. ഈച്ചനാട്ടാൻ കഴിയുന്ന ദൈവമാണെങ്കിൽ പറ്റുന്നതാണോ അതിൻ്റെ അർത്ഥം? അപ്പം വിഗ്രഹ ദൈവങ്ങൾക്ക് പൂജിക്കുന്ന ആളുകളെ അവരുടെ ദൈവങ്ങളുടെ മോശവും പതിതാവസ്ഥയും വിവരിച്ചു കൊടുത്തിട്ട് അള്ളാഹു തആല ഉദ്ബോധിപ്പിച്ച വാക്യങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിൽ ദൈവമാകാമെന്നതിന് കുത്തിച്ചെലുത്താൻ പാടില്ല. കേൾക്കണില്ല, കേൾക്കണം. അപ്പൊ അവര് അന്യായമായ അടിയോട് വിശ്വസിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ച് അവർ ചെയ്യുന്ന തെറ്റാണെങ്കിൽ ശിർക്കാണെങ്കിൽ അതിനെതിരെ ഖുർആനിൽ തന്നെ ഏത് ആയത്താണ് ഓതാകുന്നതെന്ന് പറയാൻ പറ്റും? അത് ചെയ്യുന്നത് ശിർക്കല്ല, ചെയ്യുന്നത് കുഫ്റ. അമ്പലത്തിൽ പോയിട്ട് അവർ ചെയ്താൽ കാഫിറ. അമ്പലത്തിൽ പോയി പൂജിക്കൽ സാധാരണ അവിശ്വാസികളാണ്. അവിശ്വാസികളുടെ കേന്ദ്രത്തിൽ പോയിട്ട് അവരെ പോലത്തെ ആരാധനയിൽ ഇടപെട്ട ഓലെപ്പറ്റി മുസ്ലിം അല്ല കാഫിറാണ് എന്ന് വിധി എഴുതും. ശിർക്കല്ല, ഇലാഹാന വിശ്വാസമല്ല അതിൻ്റെ അർത്ഥം. അത് ശിർക്കിനാ. ഷിർക്കിന് കുഫർ വേറെ, ഷിർക്ക് വേറെ. കുഫർ എന്ന് പറയുന്നത് വ്യാപകാർത്ഥത്തിലുള്ളതാണ്. ഒരാൾ മുർത്തദ്ദാകാൻ ഷിർക്ക് വേണ്ട. മനസ്സിലാക്ക്? ഇപ്പോൾ ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോൾ ഇവിടെ പരലോകം നിഷേധിച്ചു, ഒരാൾ പരലോകം നിഷേധിച്ചു. ഇനി വേണ്ട, ദൈവം നിഷേധിച്ച ആൾ ആരാ? നിങ്ങളൊന്ന് പറഞ്ഞാൽ ദൈവത്തെ നിഷേധിച്ച ആൾക്ക് എന്താ പേര് പറയാം? എന്താ പേര് പറയാം? അതിനെന്താ ആയത്ത് ഓതുക? പറയും. ദൈവത്തെ ഒരാൾ നിഷേധിച്ചു, നിരീശ്വരവാദി, അയാൾക്ക് എന്താ ആയത്ത്? അയാൾക്കെതിരിൽ എന്താ ആയത്താ ഓതുക? ഒന്ന് പറയും. അയാൾ വേറെ ഇലാഹിലും വിശ്വസിച്ചിട്ടില്ല, ഒരു ഇലാഹിലും വിശ്വസിച്ചിട്ടില്ല. അയാൾക്കെതിരിൽ ആയത്ത് എന്താ? പറയൂ, പറയൂ, കിട്ടുമോ? അല്ല, നിങ്ങളും സാധാരണക്കാരനാണ്. സംഗതി ഞാൻ പറയുന്നത് മനസ്സിലാക്കി. അതിന് ആയത്ത് ഓതേണ്ടത് എല്ലാത്തിനും ആയത്തുണ്ടാവേണ്ട, എല്ലാത്തിനും ആയത്തുണ്ടാവണമെന്നില്ല. പൊതുവായി പഠിപ്പിക്കപ്പെട്ട തത്വമുണ്ട്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഷിർക്ക് മാത്രമല്ല ഇസ്ലാമിൻ്റെ എതിര്. വിശ്വാസത്തിൽ അപരാധം ഷിർക്ക് മാത്രമല്ല, കുഫറും അപരാധമാണ്. കർമ്മം കൊണ്ടും കാഫിറാകും ഒരാൾ വിധി എഴുതാൻ. മനസ്സിലായോ? ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത് തൗഹീദ് ഷിർക്കിലാണ്. ഷിർക്ക് എന്ന് പറഞ്ഞതിനെ പറ്റി ഒരാൾ വായോണ്ട് മിണ്ടാ ഷിർക്ക്, തല കാണിച്ചാ ഷിർക്ക്, മൂക്ക് തുമ്മിയാ ഷിർക്ക് എന്ന് പറയുന്ന ചെയ്തികളെപ്പറ്റി ഷിർക്ക് എന്ന് പറയുന്നത് വളരെ വലിയ അബദ്ധമാണ് എന്നാണ് ഇന്ന് ഞാൻ ക്ലാസ്സിൽ സംസാരിച്ചത്. വേറെ വിഷയങ്ങളൊന്നും സംസാരിച്ചില്ല. നിന്ന് സംസാരിച്ചത് തൗഹീദ് എന്നത് ഏകദൈവ വിശ്വാസമാണ്, ഷിർക്ക് എന്നത് ബഹുദൈവ വിശ്വാസമാണ്. ഇനി വിശ്വാസത്തിലല്ലാതെ കർമ്മത്തിൽ തെറ്റുണ്ട് പലതും. ആ കർമ്മത്തിലെ തെറ്റുകൾക്ക് പേര് മാറിയ
ഇപ്പം ഷിർക്ക് എന്ന വിശ്വാസം എന്ന് നിരീശ്വരൻ്റെ വിശ്വാസത്തെ പറ്റി പറയാൻ പറ്റൂല. പറ്റുമോ? എന്നാ അതിനെ ആയത്തുകൊണ്ട് എതിർക്കണ്ടേ? ഇല്ലേ? എതിർക്കണ്ടേ? അലഹും അർജുനും യംശൂന ബിഹാ എന്ന് പറഞ്ഞ ആയത്ത് അതിന് പറ്റുമോ? ഇൻ തദുഉഹും ലാ യസ്മഉ ദുആഅക്കും എന്ന് പറഞ്ഞ ആയത്ത് ഓൽക്കെതിരിൽ പറ്റുമോ? ഇല്ല. എന്നാൽ ഓൽക്കെതിരിൽ ഏതാ ആയത്ത്? ഓൽക്കെതിരിൽ ആയത്ത് ഏതാണ്? അത് പറയും. ആയത്തുണ്ട്, ഓൽക്കെതിരിലും ആയത്തുണ്ടാവും. അതെ, നിഷേധികൾ എന്ന് പറഞ്ഞോൽക്കെതിരിൽ ആയത്ത് വേണ്ടേ? ദൈവത്തെ നിഷേധിക്കുന്ന ആൾക്കാർക്കെതിരിൽ ആയത്ത് വേണ്ടേ? ഷിർക്കിൻ്റെ ആയത്തുകൾ അവർക്ക് പറ്റൂല. ഷിർക്ക് എന്ന് പറയുന്നത് അവരിലില്ല എന്ന് വെച്ചാൽ അവരിലുള്ളത് വിശ്വാസം ശരിയാണ് എന്നാണോ? പോലെ പിഴച്ച വിശ്വാസത്തിലാണ് എന്ന് അറിയിക്കുന്ന ആയത്ത് ഏതാണ്? നമ്മൾ ചിന്തിച്ചേൽക്കൂല. ആ പിഴച്ച വിശ്വാസമാണ് എന്ന് പറയാൻ എന്താ തെളിവ്? ഈശ്വരനിലെ വിശ്വാസം ഇല്ലാതിരിക്കൽ പിഴവാണോ ശരിയാണോ? ഏതെങ്കിലും ഒരു ഗുണവിശേഷം ഉണ്ടെന്ന് കരുതിക്കൊണ്ട് ഒരാൾ സഹായം തേടിയാൽ അത് ശിർക്കാവോ? സഹായം തേടേണ്ട വിശേഷം ഉണ്ടെന്ന് കരുതിയതുകൊണ്ട് ശിർക്കാവും. സഹായം തേടലൊരു വിഷയമേ അല്ല. സഹായം തേടൽ ശിർക്കിൻ്റെ വിഷയമേ അല്ല, അത് വാചകം മാത്രമാണ്. ആ ഉദാഹരണം സംശയമാണ്. ലോകത്തുള്ള ഒരു കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ഒരേ സമയത്ത് രോഗം ശുദ്ധയാവും, എൻ്റെ രോഗം ശുദ്ധമാക്കി തരണേ, അല്ലെങ്കിൽ എനിക്ക് അതുപോലെ പല പ്രാർത്ഥനകളും ഇപ്പം മൊഹിദ്ദീഷയ്ക്ക് എന്നെ രക്ഷിക്കണേ, എൻ്റെ രോഗം ശുദ്ധയാക്കണേ, അങ്ങനെ പല ആളുകളും പല ആവശ്യം ഒരേ സമയത്ത് ചോദിക്കുമ്പോൾ അത് കേൾക്കാനുള്ള കഴിവ് മൊഹിദ്ദീഷയ്ക്കുണ്ടോ? അല്ലെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഗുണവിശേഷത്തിൽ പങ്കുചേർക്കലല്ലേ, ഇലാഹാക്കലല്ലേ? അതാണ് എൻ്റെ സംശയം. അതാണ് പറയുന്നത്. ഒരുപാട് തെറ്റിദ്ധാരണ വിടാനായിട്ടല്ല. നിങ്ങൾ ലേശം നിന്നിട്ട് തന്നെ സംസാരിക്കും, ലേശം കുഴപ്പം കൊണ്ടല്ല. അള്ളാഹുവിനുള്ള കേൾവി എന്ന് പറഞ്ഞതിനെ നമ്മൾ മനസ്സിലാക്കിയത് ഒരുപാട് ആളുകൾ പല ദൂരെ നിന്നും പറയുമ്പം കേൾക്കുന്ന കേൾവിയിലാണോ നമ്മളും അന്നും തമ്മിൽ വ്യത്യാസം? അതാദ്യം ഒന്ന് ചിന്തിക്കുക. ഉറപ്പ് അള്ളാഹിൻ്റെ വിശേഷണം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയത് അതാണല്ലോ. പല ഭാഗങ്ങളിൽ നിന്നും വിളിക്കുമ്പോൾ നാനാഭാഗത്തു നിന്ന് വിളിക്കുന്നതിനെ കേൾക്കുന്ന കഴിവ് എന്നതാണോ അള്ളാഹിൻ്റെ കേൾവിൻ്റെ കഴിവും നമ്മളെ കേൾവിയും തമ്മിൽ വ്യത്യാസത്തിൻ്റെ പോയിന്റ് ആണോ എന്ന് പറയും. നമ്മളെ കേൾവിക്ക് പരിധിണ്ട് എന്ന് ആരാ പറയുന്നത്? സാധാരണമായി പരിധിണ്ട് എന്നല്ലുള്ളൂ. അസാധാരണമായി പരിധിയില്ലാതെ വരാറില്ലേ? വന്നാലോ വിശ്വാസത്തിന് കേട് വന്നോ? ആ പോയിന്റ് തന്നെ നിൽക്കി. ഇനി അപ്പുറം എല്ലാം കൂടി കൂട്ടിയെടുക്കല്ലേ. നിങ്ങൾ ചോദിക്കണേ മനസ്സിലാക്കണേ. നിങ്ങൾ ചോദിക്കുന്നതിൽ എന്താണെന്നറിയോ? ഉത്തരം ചെയ്യട്ടെ. എന്താണ് ആ ഗുണവിശേഷം? അള്ളാഹിൻ്റെ ഗുണവിശേഷം